കെനിയയുടെ തലസ്ഥാനമായ നൈറോബിയിൽ നിന്ന് ഏകദേശം 250 കിലോമീറ്റർ അകലെയാണ് മൗണ്ട് കെനിയ. കിളിമഞ്ചാരോയ്ക്ക് ശേഷം ആഫ്രിക്കയിലെ രണ്ടാമത്തെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത ശിഖരമാണിത്. നൈറോബിയിൽ നിന്ന് അതിരാവിലെ തുടങ്ങിയ ഒരു ഡ്രൈവോടെയാണ് ഞങ്ങൾ മൗണ്ട് കെനിയ യാത്ര ആരംഭിച്ചത്. വടക്കോട്ട് പോകുന്ന വഴി അതിശയിപ്പിക്കുന്നതായിരുന്നു. സമൃദ്ധമായ കുന്നുകൾ, വിദൂര കൊടുമുടികൾ, കെനിയൻ ഗ്രാമപ്രദേശങ്ങളുടെ ശാന്തമായ ചിത്രം വരയ്ക്കുന്ന കൃഷിയിടങ്ങൾ. ഉച്ചയോടെ ഞങ്ങൾ നാന്യൂക്കി എയർ സ്ട്രിപ്പിനടുത്തുള്ള ദി ട്രൗട്ട് ട്രീ റെസ്റ്റോറൻറ്റിലെത്തി. മൗണ്ട് കെനിയയുടെ അടിത്തട്ടിൽ ബർഗുരറ്റ് നദിക്കരയിലുള്ള ഒരു വലിയ മുഗുമോ അല്ലെങ്കിൽ ഫിഗ് മരത്തിന് ചുറ്റും നിർമ്മിച്ച ഒരു സവിശേഷ ഡൈനിങ് ഡെസ്റ്റിനേഷനാണിത്. ഒന്നിലധികം തലങ്ങളിലായി തടി കൊണ്ടുള്ള പ്ലാറ്റ്ഫോമുകളും ഡെക്കുകളും ഉണ്ടാക്കി ഒരു മരക്കൂട് പോലുള്ള അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുന്നു. ഒഴുകുന്ന വെള്ളത്തിൻ്റെ ശബ്ദം, ആടി ഉലയുന്ന ഇലകൾ, സമൃദ്ധമായ പക്ഷിജീവിതം എന്നിവ ഈ സ്ഥലത്തിന് ഒരു വന്യമായ പ്രകൃതി ഭംഗി നൽകുന്നുണ്ട്. കിഴക്കൻ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ വാണിജ്യ ട്രൗട്ട് ഫാമായ ടാം ട്രൗട്ട് ഫാമിലെ ഓൺസൈറ്റ് കുളങ്ങളിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്ന ഏറ്റവും ഫ്രഷ് റെയിൻബോ ട്രൗട്ടാണ് മെനുവിലെ പ്രത്യേക വിഭവം. പ്രതിമാസം ഏകദേശം 2 ടൺ ട്രൗട്ട് ഈ ഫാമിൽ ഉൽപ്പാദിപ്പിക്കുന്നു. ചാർഗിൽ ട്രൗട്ട്, തന്തൂരി ട്രൗട്ട്, ഗാർലിക് ബട്ടർ ചേർത്ത ട്രൗട്ട് തുടങ്ങിയ വിഭവങ്ങൾ വളരെ പോപ്പുലറാണിവിടെ. സ്വാദിഷ്ടമായ ഉച്ചഭക്ഷണത്തിന് ശേഷം മത്സ്യ വളർത്തലിനായി സൃഷ്ടിച്ച പ്രത്യേക കുളങ്ങളിൽ ട്രൗട്ടുകൾ തെറിച്ചു വീഴുന്നതും തുള്ളുന്നതും നോക്കി ഞങ്ങൾ ട്രൗട്ട് ഫാമിൽ ചുറ്റി നടന്നു. ഓക്സിജൻ്റെ അളവ് നിലനിർത്തുന്നതിനും മാലിന്യം നീക്കം ചെയ്യുന്നതിനുമായി ഈ കുളങ്ങളിൽ തുടർച്ചയായ ജലപ്രവാഹം നിലനിർത്തുന്നു. നിയന്ത്രിത ഹാച്ചറികളിലെ മുട്ടകളിൽ നിന്ന് വിരിയുന്ന ട്രൗട്ടുകളെ സ്ഥലത്തെ കുളങ്ങളിലേക്ക് മാറ്റുന്നു. അവിടെ ഏകദേശം 12-18 മാസത്തിനുള്ളിൽ അവ വിപണി വലുപ്പത്തിലേക്ക് വളരുന്നതുവരെ പോഷകസമൃദ്ധമായ പ്രോട്ടീൻ പെല്ലറ്റുകൾ നൽകുന്നു. ഉച്ചകഴിഞ്ഞ് ഹൈവേയിലെ നാന്യൂക്കി എയർ സ്ട്രിപ്പിന് സമീപം സ്ഥിതി ചെയ്യുന്ന അബർഡേരെ പ്രസ്റ്റീജൻ റോയൽ കോട്ടേജുകളിൽ ഞങ്ങൾ എത്തി. ആഫ്രിക്കൻ പരമ്പരാഗത വാസ്തുവിദ്യയെ ആധുനിക ചാരുതയുമായി സംയോജിപ്പിക്കുന്ന 106 കോട്ടേജുകൾ ഈ റിസോർട്ടിൽ വ്യാപിച്ചു കിടക്കുന്നു. വുഡൻ ഫസാഡും സ്വകാര്യ പാറ്റിയോകളുമുള്ള ഈ കോട്ടേജുകൾക്ക് പ്രാദേശിക പർവ്വതങ്ങളുടെയും നദികളുടെയും പേരാണ് നൽകിയിരിക്കുന്നത്. വിവിധ സസ്യജാലങ്ങൾ നിറഞ്ഞ സമൃദ്ധവും മോടിയുള്ളതുമായ പൂന്തോട്ടങ്ങളാൽ ഈ റിസോർട്ട് ചുറ്റപ്പെട്ടിരിക്കുന്നു. തദ്ദേശീയമായ കുറ്റിച്ചെടികളും വർണ്ണാഭമായ ബൊഗേൻവില്ലയും നിറഞ്ഞ വളഞ്ഞ വഴികൾ കോട്ടേജുകളെ പൊതു ഇടങ്ങളുമായി ബന്ധിപ്പിക്കുന്നു. ഇത് വിശ്രമകരമായ നടത്തത്തിനോ ബൈക്ക് സവാരിക്കോ ഉപയോഗിക്കാം. ഓരോ സ്വകാര്യ പാറ്റിയോയ്ക്കും പ്രകൃതിദത്ത സ്ക്രീനുകൾ സൃഷ്ടിക്കുന്ന വേലികളും പൂച്ചെടികളും ഉപയോഗിച്ച് സ്വകാര്യത ഉറപ്പാക്കുന്നു. അതിരാവിലെ ഹൃദ്യമായ പ്രഭാത ഭക്ഷണത്തിന് ശേഷം മൗണ്ട് കെനിയ ട്രെക്കിൻ്റെ സ്റ്റേജിംഗ് ഗ്രൗണ്ടുകളിലൊന്നായ സിരിമോൺ ഗേറ്റിനടുത്തുള്ള ഓൾഡ് മോസസ് ക്യാമ്പിലേക്ക് ഞങ്ങൾ പുറപ്പെട്ടു. മൗണ്ട് കെനിയ നാഷണൽ പാർക്കിലേക്കുള്ള 3 പ്രധാന പ്രവേശന പോയിന്റുകളിൽ ഒന്നാണ് സിരിമോൺ ഗേറ്റ്. നാന്യൂക്കിയിൽ നിന്നും ഏകദേശം 23 കിലോമീറ്റർ അകലെയാണ് ഇത്. എത്തിച്ചേരാൻ ഏകദേശം 45 മിനിറ്റ് എടുക്കും. വഴിയിൽ ദൂരെ നിന്ന് മൗണ്ട് കെനിയയുടെ മനോഹര ശിഖരങ്ങൾ കാണാൻ ഞങ്ങൾ കുറച്ചു നേരം വണ്ടി നിർത്തി. സമുദ്രനിരപ്പിൽ നിന്ന് 2650 മീറ്റർ ഉയരത്തിലാണ് സിരിമോൺ ഗേറ്റ്. സിരിമോൺ ഗേറ്റിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കെനിയയിലെ ചെറുപട്ടണങ്ങളുടെ വിശാലമായ വിസ്തൃതി നമുക്ക് കാണാൻ കഴിയും. ട്രക്കേഴ്സിനും കാൽനടയാത്രക്കാർക്കും വിനോദസഞ്ചാരികൾക്കും ഒരു ആരംഭ പോയിൻ്റാണ് ഈ ഗേറ്റ്. കെനിയ വൈൽഡ് ലൈഫ് സർവീസ് വഴിയുള്ള പ്രവേശന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ഞങ്ങൾ ഗേറ്റിൽ കുറച്ചു നേരം കാത്തിരിക്കേണ്ടി വന്നു. സിരിമോൺ ഗേറ്റിൽ നിന്ന് പുറപ്പെട്ടാൽ 3300 മീറ്റർ ഉയരത്തിലുള്ള ഓൾഡ് മോസസ് ക്യാമ്പിലേക്ക് ഏകദേശം 9 കിലോമീറ്ററോളം കുത്തനെയുള്ള കയറ്റമാണ്. റോഡിൻ്റെ ചില ഭാഗങ്ങളിൽ ടാറും കോൺക്രീറ്റും ചെയ്തതുകൊണ്ട് കയറ്റം പൊതുവെ സുഗമമാണ്. ഇടതൂർന്ന പർവ്വതവനത്തിലൂടെയുള്ള ഒരു സൗമ്യമായ കയറ്റത്തോടെയാണ് പാത ആരംഭിക്കുന്നത്. അവിടെ ഉയർന്ന ദേവദാരു, പൊഡോകാർപ്പസ് പോലുള്ള മരങ്ങൾ തങ്ങിയ മണൽ വിരിച്ചിട്ടുണ്ട്. കുറച്ച് മുമ്പോട്ട് പോയപ്പോൾ ഒരു കൂട്ടം ഒലീവ് ബബൂണുകൾ കൂട്ടമായി വഴി തടഞ്ഞ് ഇരിക്കുന്നത് കണ്ടു.
ചിലത് വെയിൽ കൊണ്ട് റോഡിൽ പരന്നു കിടക്കുന്നു. മറ്റു ചിലത് റോഡ് സൈഡിലിരുന്ന് അലസതയോടെ നോക്കുന്നു. പെൺ ബബൂണുകൾ കുഞ്ഞുങ്ങളെ അരികിലിരുത്തി അവയുടെ കുസൃതികൾ നിരീക്ഷിക്കുന്നുണ്ട്. ആൺ ബബൂണുകൾ കൂട്ടത്തിൻ്റെ സുരക്ഷയ്ക്ക് കാവലായി നോക്കി നിൽക്കുന്നു. അവയുടെ പെരുമാറ്റത്തിൻ്റെ ഒരു കൗതുകപൂർണമായ വശം അന്യോന്യം മുടി ചെകയുന്നതാണ്. അവ പരസ്പരം ശ്രദ്ധാപൂർവം രോമങ്ങൾ പിളർത്തി പ്രാണികൾ, ചത്ത ചർമ്മം അല്ലെങ്കിൽ ഉപ്പുപരലുകൾ തിരയുന്നു. ഇടയ്ക്കിടെ അവ രോമങ്ങളിൽ നിന്ന് ടിക്കുകൾ എടുത്ത് വായിലേക്ക് ഇടുന്നത് കാണാം. കൊച്ചു ബബൂണുകളുടെ കളിയും ചാട്ടവും കാണാൻ നല്ല രസമാണ്. മുതിർന്നവ ദൂരെ നിന്ന് തിരക്കില്ലാതെ നോക്കുന്നു. അവരുടെ വികൃതികളും സാമൂഹിക പെരുമാറ്റവും കുറച്ചുനേരം നിരീക്ഷിച്ച ശേഷം ഞങ്ങൾ പതുക്കെ മുന്നോട്ട് പോയി. കുറച്ച് മുമ്പോട്ട് പോയപ്പോൾ ഇക്വേറ്റർ വടക്ക് നിന്ന് തെക്കോട്ട് ക്രോസ് ചെയ്യുന്നതായി വഴിയിൽ ഒരു ബോർഡ് കണ്ടു. ഒരു 4 വീൽ ഡ്രൈവിലായിരുന്നു ഞങ്ങളുടെ യാത്ര. കുത്തനെയുള്ള റോഡിലൂടെ ഞങ്ങൾ മുകളിലേക്ക് കയറും തോറും ചുറ്റുമുള്ള സസ്യജാലങ്ങളുടെ പ്രകൃതിയും മാറി വരുന്നതായി കാണാം. നീളത്തിൽ നേർത്ത തണ്ടുകളുള്ള ഇടതൂർന്ന മുളങ്കാടുകൾ രണ്ടു വശത്തും. അവയുടെ തൂവലുകൾ പോലെയുള്ള മുകൾ ഭാഗങ്ങൾ കാറ്റിലാടുന്നു. 3000 മീറ്ററിനപ്പുറം ലാൻഡ്സ്കേപ്പ് നാടകീയമായി തുറന്ന ഹെദറായി മാറി. തോളിൽ വരെ ഉയരുന്ന ജയൻ്റ് ഹെദറും മരങ്ങൾക്ക് പകരം ടസോക്ക് പുല്ലുകളും വന്യമായി പടർന്നു കാണാം. ടെല്ലിക്കി താഴ്വരയുടെയും അംബർഡെയർ ശ്രേണികളുടെ കൂർത്ത ശിഖരങ്ങളുടെയും മനോഹരമായ കാഴ്ചകൾ ട്രാക്ക് പ്രദാനം ചെയ്തു. താമസിയാതെ ഓൾഡ് മോസസ് ക്യാമ്പ് കാഴ്ചയിലേക്ക് വന്നു. ഒരു തെളിഞ്ഞ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന അതിൻ്റെ ബങ്ക് ഹൗസുകൾ, മൂർലാൻഡിലെ അതിശയിപ്പിക്കുന്ന സൗന്ദര്യം, താഴ്വരകളും മഞ്ഞു മൂടിയ കൊടുമുടികളും കാണാനൊരു കാഴ്ചയായിരുന്നു. വളരെ മനോഹരമാണ് ചുറ്റുമുള്ള ലാൻഡ്സ്കേപ്പ്. കിഴക്ക് കെനിയ പർവ്വതത്തിൻ്റെ കൂർത്ത കൊടുമുടികൾ, ബാറ്റിയൺ, നെലിയോൺ എന്നിവ ആകാശത്തേക്ക് കുത്തനെ ഉയർന്നു നിൽക്കുന്നു. ഇടയ്ക്കിടെ മേഘങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്നു. ടെലിക്കി താഴ്വര തെക്കോട്ട് നീണ്ടു കിടക്കുന്നു. പുരാതന ഹിമാനികൾ കുത്തിയ ആഴത്തിലുള്ള യു ആകൃതിയിലുള്ള ഒരു തോട്, പാറകൾ നിറഞ്ഞ അതിൻ്റെ ചെരുവുകൾ, പടിഞ്ഞാറും വടക്കും ചക്രവാളത്തിലേക്ക് ഉരുണ്ടുകൂടുന്ന ചതുപ്പ് നിലം, അകലെ അബർഡെയർ പർവ്വതനിരകളുടെ രൂപരേഖകൾ കാണാം. കെനിയ പർവ്വത ശിഖരങ്ങളുടെയും ചുറ്റുമുള്ള താഴ്വരകളുടെയും അതിമനോഹരമായ കാഴ്ചകൾ ബേസ് ക്യാമ്പിൽ നിന്ന് കാണാം. ഇവിടെ നിന്നുള്ള ഒരു ജനപ്രിയ ഹൈക്ക് ട്രെയിൽ ലിക്കി നോർത്ത് സ്റ്റേഷനിലേക്ക് നയിക്കുന്നു. ഏകദേശം 4.5 കിലോമീറ്റർ തുടർച്ചയായ കയറ്റമുണ്ട്. ഹൈക്കേഴ്സിന് സൗകര്യമൊരുക്കുന്നതിനായി ഷിഫ്റ്റൺസ് ക്യാമ്പ്, ഓസ്ട്രിയൻ ഹട്ട് തുടങ്ങിയ നിരവധി കുടിലുകൾ പ്രധാന റൂട്ടുകളിൽ കാണപ്പെടുന്നു. ക്യാമ്പിനടുത്തായി താഴ്ന്ന പാറക്കെട്ടുകൾ പ്രകൃതിദത്തമായ പ്ലാറ്റ്ഫോമുകളായി മാറുന്നു. പർവ്വത ശിഖരങ്ങളുടെയും ചുറ്റുമുള്ള ഭൂപ്രകൃതിയുടെയും കാഴ്ചകൾ ഇരുന്ന് ആസ്വദിക്കാൻ ഇവ അനുയോജ്യമാണ്. ഈ പാറക്കെട്ടുകളിൽ ചിലത് പ്രാദേശിക ഗോത്രങ്ങൾ പുണ്യസ്ഥലങ്ങളായി ബഹുമാനിക്കുന്നു. ഓൾഡ് മോസസിന് ചുറ്റുമുള്ള മൂർലാൻഡ് ചെറുതും സ്ഫടികം പോലെ തെളിഞ്ഞതുമായ അരുവികളാൽ നിറഞ്ഞിരിക്കുന്നു. മൗണ്ട് കെനിയയിലെ ഉയർന്ന കൊടുമുടികളിൽ നിന്ന് ഉരുകുന്ന മഞ്ഞും കാലാനുസൃതമായ മഴയും ഇവയെ പോഷിപ്പിക്കുന്നു. ക്യാമ്പിൽ നിന്ന് താഴേക്ക് കുറച്ച് നടന്നാൽ അത്തരം കൊച്ചു വെള്ളച്ചാട്ടങ്ങൾ മലമുകളിൽ നിന്ന് ചെറുതോടുകളിലേക്ക് വന്നു വീഴുന്നത് കാണാം. വളരെ ശുദ്ധമായ വെള്ളമാണിത്, പക്ഷേ കൈ മരവിപ്പിക്കുന്ന തണുപ്പുണ്ട്. ഞങ്ങൾ കുറച്ചുകൂടെ താഴേക്ക് നടന്നപ്പോൾ വിത്തുകൾ, വേരുകൾ, പ്രാണികൾ എന്നിവ തിരഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ജാക്സൺ ഫ്രാങ്കോലിൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പക്ഷികൾ കുറ്റിക്കാട്ടിൽ നിൽക്കുന്നത് കണ്ടു. ഈ ഗെയിം ബേർഡുകൾ മൗണ്ട് കെനിയയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ മാത്രം കാണപ്പെടുന്നവയാണ്. ഇവ പൊതുവെ ആൾക്കൂട്ടം കണ്ടാൽ ഒളിച്ചുമാറി നിൽക്കുകയാണ് പതിവ്. മൗണ്ട് കെനിയയുടെ കൊടുമുടികൾ കയറുക എന്നത് നിരവധി പർവ്വതാരോഹണ പ്രേമികൾക്ക് ഒരു അഭിലാഷ ലക്ഷ്യമാണ്. ഇതിന് ഗണ്യമായ വൈദഗ്ധ്യം, കഠിനമായ പരിശ്രമം, ശാരീരികവും മാനസികവുമായ സഹിഷ്ണുത എന്നിവ ആവശ്യമാണ്. ദൂരെ നിന്ന് ഗംഭീരമായ കൊടുമുടികൾ കണ്ട് ഞങ്ങൾക്ക് അത്ഭുതത്തോടെ നോക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. പക്ഷേ ഞങ്ങളുടെ മികച്ച ഗൈഡും പർവ്വതാരോഹകയുമായ സ്റ്റെല്ല എൻജേരി
കെനിയ പർവ്വതത്തിൻ്റെ അതിശയകരമായ ചില ദൃശ്യങ്ങൾ, അതിലെ അതുല്യമായ സസ്യജന്തുജാലങ്ങൾ ഉൾപ്പെടെ ഒപ്പിയെടുത്തത് അവരുടെ സമ്മതത്തോടെ പങ്കിടുകയാണ്. 5199 മീറ്റർ ഉയരത്തിൽ ടാൻസാനിയയിലെ കിളിമഞ്ചാരോ കഴിഞ്ഞാൽ ആഫ്രിക്കയിലെ രണ്ടാമത്തെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് മൗണ്ട് കെനിയ. ഇത് ഭൂമധ്യരേഖയ്ക്ക് സമീപം നൈറോബിയുടെ വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്നു. ബേഷ്യൻ, നെലിയോൺ, പോയിൻ്റ് ലെനാന എന്നീ 3 പ്രാഥമിക കൊടുമുടികളുണ്ട്. ഈ കൊടുമുടികൾ പുരാതനമായ മൃതമായ ഒരു സ്ട്രാറ്റോ വോൾക്കാനോയിൽ നിന്നാണ് രൂപപ്പെട്ടത്. ഏകദേശം 2.5-3 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഈ വോൾക്കാനോ അവസാനമായി സജീവമായിരുന്നു. മഞ്ഞുമൂടിയ കൊടുമുടികളിൽ പ്രത്യക്ഷപ്പെടുന്ന 11-12 ഉരുകിത്തീരുന്ന ഗ്ലാഷ്യേഴ്സ് ഈ പർവ്വതത്തിലുണ്ട്. നിരവധി പർവ്വതാരോഹണ പ്രേമികൾ അതിൻ്റെ കൊടുമുടികൾ കീഴടക്കാൻ കെനിയ പർവ്വതത്തിലേക്ക് വരുന്നു. സിരിമോൺ, നരോമോരു, ചൊഗോറിയ തുടങ്ങിയ ജനപ്രിയ പാതകളിലൂടെ പോയിൻ്റ് ലെനാനയിലെത്താൻ 3 മുതൽ 5 ദിവസം വരെ വേണ്ടിവരും. അവിടെ നിന്ന് ബേഷ്യൻ, നെലിയോൺ പീക്കുകൾ കയറണമെങ്കിൽ തക്ക വൈദഗ്ധ്യവും ടെക്നിക്കൽ ഉപകരണങ്ങളും ആവശ്യമാണ്. ആൾട്ടിറ്റ്യൂഡ് സിക്നസ് സാധാരണമാണ്. അതിനാൽ ഫിറ്റ്നസ്, പേസിംഗ്, ഹൈഡ്രേഷൻ, ഗിയർ എന്നിവ അവശ്യമായും വേണം. കിക്കുയു, എംബു, മേരു, കാമ്പ തുടങ്ങിയ പ്രാദേശിക ഗോത്രങ്ങൾക്ക് മൗണ്ട് കെനിയ ഒരു പവിത്ര സ്ഥലമാണ്. കിക്കുയുകൾക്ക് മൗണ്ട് കെനിയ അവരുടെ പരമോന്നത ദേവതയായ ഇൻഗായുടെ ഭവനമാണ്. അവർ അതിനെ കിരിന്യാഗ എന്ന് വിളിക്കുന്നു, പ്രകാശത്തിൻ്റെ സ്ഥലം അല്ലെങ്കിൽ പ്രകാശത്തിൻ്റെ പർവ്വതം. മേരു ഗോത്രങ്ങൾ പർവ്വതത്തെ വെളുത്ത പാടുകളുള്ള കിരിമാര എന്ന് വിളിക്കുന്നു. അത് ജീവൻ്റെയും ആത്മീയ ശക്തിയുടെയും ഉറവിടമായി അവർ ബഹുമാനിക്കുന്നു. അതിശയകരമായ ആൽപൈൻ ദൃശ്യങ്ങൾ, ജൈവ വൈവിധ്യം, ട്രൗട്ട് മത്സ്യബന്ധനം പോലുള്ള പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് പേരുകേട്ട കെനിയ പർവ്വതത്തിൽ പുരാതന ഗ്ലേഷ്യറുകളിൽ നിന്നും രൂപപ്പെട്ട 25-ലധികം തടാകങ്ങളുണ്ട്. ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആലീസ് തടാകം, മൈക്കിൾസൺ തടാകം, എല്ലിസ് തടാകം, റൊട്ടുണ്ടു തടാകം എന്നിവയാണ്. ജയൻറ്റ് ലോബേലിയാസ്, ഉയരമുള്ള സ്പൈക്കി റോസറ്റുകൾ, ജയൻറ്റ് ഗ്രൗണ്ട് സെൽ, ജയൻറ്റ് ഹീത്ത്, ടസക് ഗ്രാസ് തുടങ്ങിയ അതുല്യ സസ്യങ്ങളും മൗണ്ട് കെനിയയിലുണ്ട്. അപൂർവമായ ബർഗ് ആഡർ സ്നേക്കിനെയും കണ്ടതായി ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞു. ഓൾഡ് മോസസ് ക്യാമ്പിലേക്കുള്ള മറക്കാനാവാത്ത റോഡ് യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ ഹോട്ടലിൽ തിരിച്ചെത്തി. ദി ഐക്കോണിക് ഫെയർമോണ്ട് മൗണ്ട് കെനിയ സഫാരി ക്ലബ്. ഭൂമധ്യരേഖയിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതും ഒരിക്കൽ നടൻ വില്യം ഹോൾഡൻ്റെ വസതിയുമായ ഈ റിസോർട്ട് ഒരു അപൂർവ താമസ സ്ഥലം തന്നെയാണ്. മനോഹരമായ കോട്ടേജുകൾ, വിശാലമായി കിടക്കുന്ന പൂന്തോട്ടങ്ങൾ, മിക്കവാറും എല്ലാ കോണുകളിൽ നിന്നുമുള്ള മൗണ്ട് കെനിയയുടെ കാഴ്ചകൾ, 100 ഏക്കറിലധികം വ്യാപിച്ചു കിടക്കുന്ന മോടിയുള്ള പുൽത്തകിടികൾ, പ്രാകൃത വനങ്ങൾ എന്നിവയുള്ള ഈ പ്രോപ്പർട്ടി കൊളോണിയൽ ആകർഷണം, ആധുനിക ആഡംബരം, അതുല്യമായ പ്രകൃതി സൗന്ദര്യം എന്നിവയുടെ മിശ്രിതം പ്രദാനം ചെയ്യുന്നു. 50 മിനിറ്റിനുള്ളിൽ നൈറോബിയിൽ നിന്ന് ഫ്ലൈറ്റിൽ ഇവിടെ എത്താം. വിശ്രമത്തിനും സാഹസികതയ്ക്കും വന്യജീവി അനുഭവങ്ങൾക്കും എല്ലാവിധത്തിലും അനുയോജ്യമായ ഒരു വിശ്രമ കേന്ദ്രമാണ് ഈ റിസോർട്ട്. ക്ലബിൻ്റെ ഉത്ഭവം 1930കളിലാണ്. അന്ന് ഈ ഭൂമി ഒരു കൊളോണിയൽ എസ്റ്റേറ്റിൻ്റെ ഭാഗമായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള യൂറോപ്യൻ കുടിയേറ്റക്കാർക്ക് ഒരു സ്വകാര്യ വിശ്രമ കേന്ദ്രമായിട്ടാണ് അന്ന് ഉപയോഗിച്ചിരുന്നത്. 1959 ഒരു സഫാരിക്കിടെ ഇതിൻ്റെ വന്യമായ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയ അമേരിക്കൻ നടൻ വില്യം ഹോൾഡൻ തൻ്റെ പങ്കാളികളായ എണ്ണ വ്യവസായി റേ റയാൻ, സ്വിസ് ഫിനാൻസിയർ കാൾ ഹിർഷ്മാൻ എന്നിവരുമായി ചേർന്ന് കെനിയ ഗെയിം റാഞ്ച് സ്ഥാപിച്ചതോടെയാണ് ഈ പ്രോപ്പർട്ടിക്ക് പ്രാധാന്യം ലഭിച്ചത്. ഒരു വന്യജീവി സംരക്ഷകനായ ഹോൾഡൻ സ്വാഹിലിയിൽ മേഘങ്ങൾ എന്നർത്ഥം വരുന്ന മാവിങ്കോ എന്ന് വിളിച്ച് ആഡംബരത്തിനും വന്യജീവി സംരക്ഷണത്തിനുമുള്ള ഒരു സങ്കേതമായി ഇതിനെ സങ്കല്പിച്ചു.
60കളിൽ ഹോട്ടൽ ആഗോളതലത്തിൽ ഒരു കാന്തമായി മാറി. ക്ലാർക്ക് ഗേബിൾ, ജോർജ് വെയിൻ, ബിങ് ക്രോസ്ബി തുടങ്ങിയ ഹോളിവുഡ് താരങ്ങളും വിൻസ്റ്റൺ ചർച്ചിൽ പോലുള്ള വിശിഷ്ട വ്യക്തികളും വലിയ ഗെയിം സഫാരികളുടെയും ആഡംബരപൂർണമായ റിട്രീറ്റിൻ്റെയും കഥകളാൽ ആകർഷിക്കപ്പെട്ട് അതിൻ്റെ മനോഹരമായ ബംഗ്ലാവുകളിലേക്ക് ഒഴുകിയെത്തി. 1969 മൗണ്ട് കെനിയ സഫാരി ക്ലബ് പ്രധാന ലോഡ്ജിൽ നിന്ന് 400 മീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന മൗണ്ട് കെനിയ വൈൽഡ് ലൈഫ് കൺസർവൻസി സ്ഥാപിച്ചു. 2000 ആണ്ടിൽ ഫെയർമൗണ്ട് ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ് ആ സ്ഥലം ഏറ്റെടുക്കുകയും അതിൻ്റെ മധ്യകാല നൂറ്റാണ്ടിലെ ഭംഗി നിലനിർത്തുന്നതിനായി നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തതോടെ മാനേജ്മെൻറ്റ് മാറി. ഇന്ന് 100 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഫെയർമൗണ്ട് മൗണ്ട് കെനിയ സഫാരി ക്ലബ്ബ് ഒരു ആഡംബര 5 സ്റ്റാർ പ്രോപ്പർട്ടിയായാണ് വളർന്നിരിക്കുന്നത്. ഡീലക്സ് വ്യൂ സ്വീറ്റുകൾ മുതൽ നദീതീര സ്വീറ്റുകൾ, ഒറ്റപ്പെട്ട വില്യം ഹോൾഡൻ കോട്ടേജുകൾ വരെയുള്ള ഓപ്ഷനുകൾ ഉൾക്കൊള്ളുന്ന 120 മുറികളാണ് ക്ലബിലുള്ളത്. ഓരോ സ്വീറ്റിലും സുഖപ്രദമായ ഒരു ഫയർ പ്ലേസ്, പ്ലഷ് ബെഡിംഗ്, ചുറ്റും ആകർഷകമായ ലാൻഡ്സ്കേപ്പ് കാഴ്ചകളുള്ള സ്വകാര്യ ബാൽക്കണി എന്നിവയുണ്ട്. ബുഫേ മീൽസ് സെർവ് ചെയ്യുന്ന ടസ്ക്സ് റെസ്റ്റോറൻറ്റ്, അൽഫ്രെസ്കോ ഡൈനിങ് സെർവ് ചെയ്യുന്ന കൊളോബസ് റെസ്റ്റോറൻറ്റ്, ഭൂമധ്യരേഖയ്ക്ക് കുറുകെയുള്ള ഒരു അതുല്യമായ സീ ബാർ, നക്ഷത്രനിബിഡമായ ആകാശത്തിന് കീഴിൽ സ്വകാര്യ ഡൈനിങ് വാഗ്ദാനം ചെയ്യുന്ന റോസ് ഗാർഡൻ എന്നിങ്ങനെ വിവിധ ഡൈനിങ് ഓപ്ഷനുകൾ ക്ലബിലുണ്ട്. വാം ഔട്ട്ഡോർ പൂൾ, റിയുക്കി സ്പാ, 9 ഹോൾ ഗോൾഫ് കോഴ്സ്, 2 ടെന്നീസ് കോർട്ടുകൾ, ഒരു ക്രോക്കറ്റ് ലോൺ, ടേബിൾ ടെന്നീസ്, ലോൺ ബൗളിംഗ് തുടങ്ങിയ വിനോദ സൗകര്യങ്ങളും ക്ലബ് വാഗ്ദാനം ചെയ്യുന്നു. കെനിയയിലെ ഏറ്റവും വലിയ ഒന്നായ ഒരു ഹെഡ്ജ് മെയ്സ് ചുറ്റിക്കറങ്ങി തിരിച്ചെത്താൻ വെല്ലുവിളിക്കുന്നു. ഗ്രൗണ്ടിലെ അരുവികളും പാതകളും പര്യവേക്ഷണം ചെയ്യുന്നതിനായി റിസോർട്ട് കോംപ്ലിമെൻ്ററി ബൈക്കുകളും ഗൈഡഡ് വാക്സും റൈഡുകളും സംഘടിപ്പിക്കുന്നു. കുതിര സവാരി, മൗണ്ടൻ ബൈക്കിംഗ്, ഗൈഡഡ് ഫോറസ്റ്റ് നടത്തം, പക്ഷി നിരീക്ഷണം, ട്രൗട്ട് ഫിഷിംഗ്, മൗണ്ട് കെനിയ നാഷണൽ പാർക്കിലേക്കോ അടുത്തുള്ള സോളിയോ ഗെയിം റിസർവിലേക്കോ ഉള്ള ഈക്കോ സഫാരികൾ എന്നിവയാണ് മറ്റ് വിനോദ സാധ്യതകൾ. ഫെയർമൗണ്ടിലെ ഉദ്യാനങ്ങൾ ഒരു അവിസ്മരണീയ ദൃശ്യമാണ് പ്രദാനം ചെയ്യുന്നത്. കെനിയയിലെ പർവ്വതനിരകളിലെ തനത് വൃക്ഷങ്ങൾക്കും ചെടികൾക്കും പുറമെ കൊളോണിയൽ കാലഘട്ടത്തിൽ വെളിയിൽ നിന്നും കൊണ്ടുവന്ന് നട്ടുവളർത്തിയ പല മരങ്ങളും ചെടികളും ഈ ഉദ്യാനത്തിന് അനുപമ ചാരുതയാണ് നൽകുന്നത്. ഉയരമുള്ള കെനിയൻ ദേവദാരു, അക്കേഷ്യ മരങ്ങൾ വനപ്രദേശങ്ങളിലെ അരികുകളിൽ ആധിപത്യം പുലർത്തുന്നു. പേർപ്പിൾ, ഓറഞ്ച് നിറങ്ങളിലുള്ള വർണ്ണാഭമായ ബൊഗെയിൻ വില്ല വള്ളികൾ വേലികളിലും പെർഗോളകളിലും മൂടുന്നു. അതേസമയം ഹൈബിസ്കസ് കുറ്റിച്ചെടികൾ ചുറ്റും വിവിധ വർണ്ണങ്ങളിൽ മന്ദസ്മിതം ചൊരിയുന്നു. നടൻ കറ്റാർ വാഴകൾ അവയുടെ കൂർത്തതും ചണം നിറഞ്ഞതുമായ ഇലകളും യൂഫോർബിയ പോലുള്ള ചെടികളും നടപ്പാതകളിൽ നിറഞ്ഞു നിൽക്കുന്നു. ചുവപ്പ്, പിങ്ക്, വെള്ള നിറങ്ങളിലുള്ള ഊർജ്ജസ്വലമായ റോസാപ്പൂക്കൾ ഐക്കോണിക് റോസ് ഗാർഡനിൽ കാണാം. 9 ഹോളുകളുള്ള ഗോൾഫ് കോഴ്സും ക്രോക്കെ പുൽത്തകിടിയും സമൃദ്ധമായ കിക്കുയു പുല്ലിൽ പരവതാനി വിരിച്ചിരിക്കുന്നു. അതേസമയം ഭംഗിയായി വെട്ടിമാറ്റിയ വേലികൾ കൊണ്ടാണ് മെയ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. വാട്ടർ ലില്ലികൾ, പാപ്പിറസ് റീഡുകൾ എന്നിവയാൽ സമൃദ്ധമായ കുളങ്ങൾ ലാൻഡ്സ്കേപ്പിന് ശാന്തമായ ഒരു സ്പർശം നൽകുന്നുണ്ട്. ഫെയർമൗണ്ട് ഗ്രൗണ്ട്സിൽ മനോഹരമായി ചുറ്റിത്തിരിയുകയും ഇടയ്ക്കിടെ നൃത്തം ചെയ്യുകയും ചെയ്യുന്ന മയിലുകൾ, സ്വർണ്ണ ശിഖരങ്ങളും ചുവന്ന തൊണ്ട പാടുകളുമുള്ള ഗ്രേ ക്രൗൺഡ് ക്രെയിനുകൾ, ജാക്സൺസ് ഫ്രാങ്കോളിൻസ്, സ്കാർലറ്റ് ടഫ്റ്റഡ് മുലാഖൈറ്റ് സൺബേർഡ്സ്, സ്പെക്കിൾഡ് മൗസ് ബേർഡ്സ്, ഓഗർ ബസാർഡ്, സ്റ്റോർക്ക്, വീവേഴ്സ് തുടങ്ങി വിവിധ തരം പക്ഷികൾ ഇവിടെയുണ്ട്. റിസോർട്ടിലെ ഒരു മാസ്മരികമായ ആചാരം രാവിലെ 10 മണിയോടെ പക്ഷികൾക്ക് ഭക്ഷണം നൽകുന്നതാണ്. ഫീഡിംഗ് സ്റ്റേഷനുകൾ
ഫെയർമോണ്ട് സ്റ്റാഫ് പ്രധാന റെസ്റ്റോറൻറ്റിനും കുളക്കരയിലെ പൂന്തോട്ടങ്ങൾക്കും സമീപം വിത്തുകളും തിനയും പഴങ്ങളും നിറച്ച ആഴം കുറഞ്ഞ ട്രേകളും തൂക്കിയിട്ട പാത്രങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ഫീഡിംഗ് സ്റ്റേഷനുകളിലേക്ക് നിശ്ചിത സമയത്ത് പക്ഷികൾ പറക്കാൻ തുടങ്ങുന്നു. ചിറകുകളുടെയും വിളികളുടെയും ശബ്ദങ്ങൾ കൊണ്ട് ചുറ്റുവട്ടം നിറയുന്നു. പക്ഷികൾ കൂട്ടമായി വെളിയിൽ തീറ്റ ട്രേയുമായി നടക്കുന്ന സ്റ്റാഫിനെ പിന്തുടരുന്നു. ഇത് മൈതാനത്ത് ഒരു അത്ഭുതകരമായ കാഴ്ച സൃഷ്ടിക്കുന്നു. അവയുടെ ഉന്മേഷദായകമായ പെക്കിംഗ്, കലഹങ്ങൾ, വിളികൾ എന്നിവ ഉദ്യാനങ്ങളെ സജീവമാക്കുന്നു. ഫെയർമോണ്ടിൻ്റെ പരിസരത്ത് നടക്കുമ്പോൾ അരുവികൾക്ക് സമീപമുള്ള വനാന്തരങ്ങളിൽ കൊളോബസ്, വെർവെറ്റ് കുരങ്ങുകൾ, ബുഷ് ബക്ക്, ഡ്യൂക്ക് തുടങ്ങിയ ചെറിയ മൃഗങ്ങളെ കാണാൻ കഴിയും. വാസ്തവത്തിൽ ഞങ്ങളുടെ ബാൽക്കണിയിൽ ഇരുന്നു കൊണ്ട് 2 കൊളോബസ് കുരങ്ങുകൾ ജനാലയിലൂടെ അകത്തേക്ക് നോക്കുന്നത് ഞങ്ങൾ കണ്ടു. ഞങ്ങളൊന്ന് പേടിച്ചെങ്കിലും കുറച്ചു കഴിഞ്ഞ് അവ തന്നെത്താനെ മാറിപ്പോയി. ക്ലബിൽ തന്നെ തീർച്ചയായും കണ്ടിരിക്കേണ്ട മറ്റൊരു സ്ഥലമാണ് മൗണ്ട് കെനിയ വൈൽഡ് ലൈഫ് കൺസർവൻസി. പ്രധാന ലോഡ്ജിൽ നിന്നും വെറും 400 മീറ്റർ അകലെയുള്ള ഒരു പ്രശസ്ത മൃഗ അനാഥാലയം. വില്യം ഹോൾഡൻ്റെ ദർശനത്തിൻ്റെയും ദൂരദൃഷ്ടിയുടെയും ഫലം. കൺസർവൻസിയുടെ പ്രധാന സ്റ്റാർ മൗണ്ടൻ ബോങ്കോ ആണ്. അപൂർവവും വംശനാശ ഭീഷണി നേരിടുന്നതുമായ ഒരു മാൻ വർഗത്തിൽപ്പെട്ട മൃഗം. ചെസ്റ്റ്നട്ട് നിറവും വെളുത്ത വരകളും സർപ്പിള കൊമ്പുകളും ഉള്ള ഒരു സുന്ദരി ഒരു ജിറാഫ് കുട്ടിയുടെ കൂടെ ഉല്ലസിച്ച് നടക്കുന്നു. ഈ മൃഗസംരക്ഷണ കേന്ദ്രത്തിനുള്ളിൽ മേയുന്ന കുറച്ച് ലാമകളെയും ഞങ്ങൾ കണ്ടു. തെക്കേ അമേരിക്കയിലെ പെറുവിൽ നിന്നാണ് ഈ ലാമകളെ ഇറക്കുമതി ചെയ്തിരിക്കുന്നത്. കൊളോബസ് മങ്കി, പാറ്റാസ് മങ്കി, വെർവെറ്റ് മങ്കി, സൈക്സ് മങ്കി, മാങ്കബൂൺ തുടങ്ങിയ വ്യത്യസ്തതരം രക്ഷപ്പെടുത്തിയ കുരങ്ങുകളെ നെറ്റ് വളയങ്ങൾക്കുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്നു. രക്ഷപ്പെടുത്തിയ ചീറ്റകളെ വിശാലമായ ഒരു വളയത്തിൽ അലസമായി ചുറ്റി നടക്കുന്നതായി കാണാം. ആഫ്രിക്കൻ ബുഷ് പന്നി, ലെപ്പേർഡ് ആമകൾ, റാപ്റ്റർ, ആഫ്രിക്കൻ സിംഹം എന്നിവയാണ് രക്ഷപ്പെടുത്തിയ മറ്റ് മൃഗങ്ങൾ. ഫെയർമോണ്ടിലെ ഹോഴ്സ് ബാക്ക് സഫാരി മറ്റൊരു പ്രധാന ആകർഷണമാണ്. 2 മണിക്കൂർ ദൈർഘ്യമുള്ള സഫാരി ക്ലബിൻ്റെ സ്റ്റേബിളിനടുത്ത് വെച്ച് നടത്തുന്ന ഒരു ചെറിയ വിവരണത്തോടെയാണ് ആരംഭിക്കുന്നത്. ഗൈഡുകളുടെ ഊഷ്മളമായ സ്വീകരണത്തിന് ശേഷം 2 നന്നായി പരിശീലനം ലഭിച്ച കുതിരകളുമായി ഞങ്ങളെ ജോഡിയാക്കി. തുടക്കക്കാർ മുതൽ പരിചയസമ്പന്നരായ കുതിര സവാരിക്കാർ വരെയുള്ള എല്ലാ തലങ്ങളിലുമുള്ള കുതിര സവാരിക്കാർക്കും ഇവിടെ വന്ന് ഹോഴ്സ് സഫാരി ചെയ്യാവുന്നതാണ്. ഹെൽമറ്റുകൾ ഉൾപ്പെടെയുള്ള സുരക്ഷാ ഉപകരണങ്ങൾ തുടക്കത്തിൽ തന്നെ തരും. സ്റ്റേബിളിനോട് ചേർന്നുള്ള ഉയർന്ന റാമ്പിൽ നിന്ന് കുതിരയുടെ പുറത്ത് എളുപ്പത്തിൽ കയറാൻ കഴിയും. ഫെയർമോണ്ടിൻ്റെ ഗ്രൗണ്ടിലൂടെയുള്ള ഒരു സുഖദമായ യാത്രയോടെയാണ് 2 മണിക്കൂർ നീണ്ട യാത്ര ആരംഭിച്ചത്. കഷ്ടിച്ച് 400 മീറ്റർ അകലെയുള്ള കൺസർവൻസിയിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചപ്പോൾ ലാൻഡ്സ്കേപ്പ് ഉരുണ്ടുകൂടുന്ന സവന്നകളിലേക്കും വനപ്രദേശങ്ങളിലേക്കും തുറന്നു. കുതിരകൾ പതുക്കെ നീങ്ങി അവയുടെ കുളമ്പുകൾ മൺപാതകളിൽ നിശബ്ദമായിരുന്നു. ഞങ്ങളുടെ ഗൈഡ് അരികിലൂടെ നടന്നു. ഇടയ്ക്കിടെ മൃഗങ്ങളെ കാണാനും ഫോട്ടോ എടുക്കാനും നിർത്തി. തുടക്കത്തിൽ കണ്ടത് ഒരു കൂട്ടം ഗ്രേവീസ് സീബ്രകളെയാണ്. അവയുടെ കൂടെ സ്വർണ്ണവരകളുള്ള കുറച്ച് വെളുത്ത അൽബീനോ സീബ്രകളും. തീർച്ചയായും അപൂർവമായ
ഒരു കാഴ്ച. ഒരു കൂട്ടം ഓടി നടക്കുന്നു, മറ്റൊരു കൂട്ടം മരത്തണലിൽ മറഞ്ഞു നിൽക്കുന്നു. 2000-ൽ താഴെ മാത്രം എണ്ണം കാട്ടിൽ അവശേഷിക്കുന്നതിനാൽ വംശനാശ ഭീഷണി നേടുന്ന ഈ ജീവിവർഗങ്ങൾക്ക് കൺസർവൻസി ഒരു സുരക്ഷിത സാങ്ച്വറി ആണെന്ന് പറയാം. ഗ്രേവീസ് സീബ്രകളെ അവയുടെ ഉയരം കൂടിയ ഫ്രെയിം, വലിയ ചെവികൾ, വയറിൻ്റെ അരികിൽ നിൽക്കുന്ന നേർത്ത കറുപ്പും വെളുപ്പും വരകൾ എന്നിവയാൽ വേർതിരിച്ചറിയാൻ പറ്റും. അൽബീനോ സീബ്രകളും വളരെ അപൂർവമാണ്. അടുത്തതായി ഒരു കൂട്ടം പുമ്പകൾ ഓടിച്ചാടി നടക്കുന്നത് ഞങ്ങൾ കണ്ടു. പുമ്പ എന്നത് സ്വാഹിലിയിൽ വിളിക്കുന്ന പേരാണ്. ഇംഗ്ലീഷിൽ ഇതിൻ്റെ പേര് വാർട്ട് ഹോഗ്. പിന്നീട് കുതിരകൾ ഞങ്ങളെ റെറ്റിക്കുലേറ്റഡ് ജിറാഫുകളുടെ ഒരു കൂട്ടത്തിന് സമീപം കൊണ്ടുപോയി. ഞങ്ങളെ കണ്ടപ്പോൾ പുല്ല് ചവച്ചുകൊണ്ടിരുന്ന ഒരു ജിറാഫ് അവിടെ നിന്ന് ആടിയാടി നടന്ന് നീങ്ങി. ഓസിക്കോണുകൾ പോലുള്ള 2 കൊമ്പുകളും മുള്ളുള്ള അക്കേഷ്യ ഇലകളും ചില്ലകളും എളുപ്പത്തിൽ കഴിക്കാൻ സഹായിക്കുന്ന നീളമുള്ള കട്ടിയുള്ള നാവുകളും അവയ്ക്കുണ്ട്. ഇലകളിലെ ഈർപ്പം ആശ്രയിച്ച് വെള്ളമില്ലാതെ ആഴ്ചകളോളം അവയ്ക്ക് അതിജീവിക്കാൻ കഴിയും. ഏകദേശം 1 ടൺ ഭാരമുള്ള ഏറ്റവും വലിയ മാൻ എന്നറിയപ്പെടുന്ന ഇലാൻഡിനെയും ഞങ്ങൾ കണ്ടു. അവയുടെ കരുത്തുറ്റ കാളയെപ്പോലെയുള്ള ശരീരങ്ങളെ നീളമുള്ള കരുത്തുറ്റ കാലുകൾ പിന്തുണയ്ക്കുന്നു. പ്രതിരോധത്തിനും സ്പാരിങ്ങിനും ഉപയോഗിക്കുന്ന കട്ടിയുള്ള വളഞ്ഞ കൊമ്പുകൾ അവയ്ക്ക് ഉണ്ട്. ഇവ കൂടാതെ ഇംപാല, വിൽഡ് ബീസ്റ്റ്, ഹാർട്ട് ബീസ്റ്റ് പോലുള്ള ധാരാളം മാനുകളെയും സഫാരിയിൽ കാണാം. കുതിരപ്പുറത്ത് ഇരുന്ന് ഈ മൃഗങ്ങളെ അടുത്ത് കാണുന്നത് അടച്ച 4-വീൽ ഡ്രൈവിലെ സാധാരണ സഫാരിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സവിശേഷ അനുഭവം നൽകി. 2 മണിക്കൂറിനുള്ളിൽ ഇത്രയധികം അപൂർവ മൃഗങ്ങളെ കാണാനും ആ കാഴ്ചകൾ ആസ്വദിക്കാനും ഞങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചു. കെനിയ പർവ്വതത്തിന് ചുറ്റും 2 തിരക്കേറിയ ദിവസങ്ങൾ ചെലവഴിച്ച ശേഷം മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും നഗരജീവിതത്തിലേക്ക് മടങ്ങാനുള്ള സമയമായി. തിരിച്ചു വരുന്ന വഴിയിൽ നന്യൂക്കി എയർ സ്ട്രിപ്പിൽ ഞങ്ങൾ യാത്ര നിർത്തി. രുചികരമായ പിസ്സകൾക്കും പാസ്തകൾക്കും പേരുകേട്ട ബാർണീസ് റെസ്റ്റോറൻറ്റിൽ വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണം കഴിച്ചു. പവിത്രമായ കെനിയ പർവ്വതത്തിന് മുകളിൽ വസിക്കുന്ന കിക്കുയുകളുടെ സ്രഷ്ടാവും പരമോന്നത ദൈവവുമായ ൻഗായി ഞങ്ങളെ നിരീക്ഷിക്കുകയും ഭാവിയിൽ അതിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് കൂടുതൽ ആഴത്തിലും ഉന്നതവുമായ ഒരു സന്ദർശനത്തിനായി ഞങ്ങളെ ക്ഷണിക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷയോടെ.